Hey guys, welcome back to our Punya Vlogs. Isa, Cici, നമ്മളെവിടെ പോന്നെ? വീട്ടിലല്ല, ഫുഡ് കഴിക്കാൻ. ഹേ ഗൈസ്, അപ്പോൾ ഇതും ഇസാബേബിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. അതായത് ഒക്ടോബർ 14-ാം തീയതി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ ഫാമിലീസിന് മാത്രം ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. കൂടെ എൻ്റെ അമ്മയും പിന്നെ നവിതേൻ്റെയും ഉണ്ട്. അവരെന്താളും അവിടുന്ന് പിക്ക് ചെയ്ത്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, എൻ്റെ അനിയൻ. അവൻ ഷോപ്പിൽ പോയിട്ടാന്നുള്ളത്. അപ്പോൾ അവനെ പോകുന്ന വൈക്കുന്നാണ് കയറ്റുന്നത്. നമ്മൾ 2 വണ്ടിയാക്കിയിട്ടാണ് പോകുന്നത്. ശാലിനിയും പിള്ളേരും ഉണ്ട്, അതുപോലെ തന്നെ വിജിയും ചള്ളേട്ടനും കൺമണിയും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സും. നമ്മൾ ഇത്ര ആളായിട്ടാണ് പോകുന്നത്. അവർ ഓട്ടോയിലും നമ്മൾ കാറിലാണ് പോകുന്നത്. റഹ്മാനിയിൽ കയറണോ മജ്ലിസിൽ കയറണോ ഇങ്ങനെ ഡൗട്ടാണ് എല്ലാവർക്കും. ലാസ്റ്റ് നമ്മൾ റഹ്മാനി തന്നെ ഫിക്സ് ആക്കി. തിരക്കിട്ടിട്ടാണ് നമ്മൾ മാറ്റിയത്. അതുകൊണ്ടാണ് എൻ്റെ കണ്ണിന് മുകളിൽ ഇങ്ങനെ ഐലൈനറെല്ലാം പിറങ്ങിയത്. റഹ്മാനിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായി. അതുകൊണ്ടാണ് ഈടെ വരാൻ ചെറിയൊരു മടി കാണിച്ചത്. പക്ഷെ ഇവിടുത്തെ ഫുഡും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് കീ അവരെ കൈമ കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് സ്ഥലം. പിന്നെ എവിടെ പോയാലും നമ്മളെ മെയിൻ പരിപാടിയാണ് ഫോട്ടോ ആൻഡ് വീഡിയോ. അത് മാത്രമായിട്ട് നമ്മൾ കുറക്കൂല. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെ ഈടുന്ന് വെറുതെ തപ്പിക്കളിച്ച് സമയം കളയണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം ഇവിടുന്ന് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് വേഗം മുകളിലോട്ടേക്ക് പോയി. ഇതാണ് ഏച്ചിന്റെ മോള് ശിവാനി. ഇവളെ നമുക്കിപ്പോ കിട്ടലില്ല കേട്ടോ. ഇവളിപ്പോ ഫുള്ള് ബിസി മീൻസ് പഠിപ്പിന്റെ കാര്യമാണ് കേട്ടോ. സ്കൂള് ട്യൂഷൻ ഇതന്നെയാണ് ഇവള് വീട്ടിൽ നേരെ ഉണ്ടാവില്ല. ഇതിപ്പോ ഇന്നത്തെ പരിപാടി നമ്മൾ നൈറ്റ് ആക്കിയോണ്ട് ശിവാനി രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ ഒരാളെ പറയാൻ മറന്നുപോയിട്ടാ. ആക്കിങ്ങനെ ക്യാമറയിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ്. വേറെ ആരുമില്ല, അതും എന്റെ അമ്മ തന്നെയാണ്. മീൻസ് അമ്മായി അമ്മ അങ്ങനെയാണല്ലോ പറയാറ്. പക്ഷെ നമ്മളങ്ങനെ അമ്മായി അമ്മ എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കലൊന്നുമില്ല കേട്ടോ. അതും എനിക്ക് എൻ്റെ സ്വന്തം അമ്മനെ പോലെ തന്നെയാണ് കേട്ടോ. അച്ഛനും എനിക്ക് അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോൾ അച്ഛൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛനെയും ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് കാണുന്നത്. പിന്നെ അച്ഛൻ വന്നിട്ടില്ല കേട്ടോ. അച്ഛനക്ക് ഇങ്ങനെ പുറത്തത്തെ ഫുഡൊന്നും ഇഷ്ടേ. അച്ഛന് വീട്ടിലത്തെ ഫുഡ് തന്നെയാണ് വേണ്ടത് കേട്ടോ. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് അച്ഛൻ കിടന്നുറങ്ങും. കാരണം പിറ്റേന്ന് രാവിലെ 3 മണിക്ക് അച്ഛനക്ക് എണീക്കണം. അതുകൊണ്ട് അച്ഛൻ നേരത്തെ കിടക്കുവേ. നമ്മൾ 14 പേരുണ്ടായത് നമുക്ക് വേറെ തന്നെ സീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ആക്കേണ്ടി വന്നു. പിന്നെ ഇസാബേബി ബേബി ചെയർ വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ബേബി ചെയർ ഞാൻ അവരോട് പറഞ്ഞിനി. പക്ഷെ അവിടെ തിരക്ക് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. പിന്നെ മോളിൽ ഇങ്ങനെ ലൈറ്റ് എല്ലാം കാണുന്നോണ്ടാണ് കേട്ടോ വാമി ഇങ്ങനെ തുള്ളി കളിക്കുന്നത്. കൺമണി നല്ല കുട്ടിയായിട്ട് അടങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ചർച്ചയിലായി എന്ത് വാങ്ങണ്ടേ എന്ന് പറഞ്ഞിട്ട്. 2 അമ്മമാരുള്ളതുകൊണ്ട് അവരെല്ലാം നമ്മൾ കഴിക്കുന്ന തന്നെ കഴിക്കണം എന്നില്ലല്ലോ. മീൻസ് മന്തി, നമ്മൾ മന്തിയെ അങ്ങനെ എല്ലാവരോടും അഭിപ്രായം എല്ലാം ചോദിച്ചിട്ട് അങ്ങനെ നമ്മളോട് ഫിക്സ് ആക്കി മന്തി. ചള്ളോട്ടം മാത്രം മട്ടൻ മന്തിയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഇസാബേബിന്റെ കാത്തിരിപ്പിന് ശേഷം ഇസാബേബിക്ക് ചെയർ കിട്ടിയിട്ടാ. അങ്ങനെ അത് കിട്ടിയപ്പോൾ അവളെ ഹാപ്പി ആയേ. കുറേ സമയം ഇരുന്നോണ്ടാണെന്ന് അറിയില്ല, വാമിക്കൽ ഇതാ പെരാന്ത് പിടിക്കാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ പിള്ളേർ അടങ്ങി ഇരുത്താൻ വേണ്ടിട്ട് ഋത്തിക്ക് പോയിട്ട് ബലൂണ് വാങ്ങിയിട്ടാ. അതും കോമഡി ഉണ്ട്. ഋത്തിക്ക് പോയിട്ട് വാങ്ങിയിട്ട് വന്നത് 2 ബലൂണാണ്. ബട്ട് ഇവിടെ 3 പിള്ളേരുണ്ടല്ലോ. അങ്ങനെ കൺമണി ബലൂൺ കണ്ടപ്പോ കൺമണിയും വാശി പിടിച്ചിട്ട് ഋത്തിക്ക് 2ാമതും ബലൂണ് വാങ്ങാൻ വേണ്ടിട്ട്. എന്നാലും മര്യാദക്ക് തിന്നാൻ കഴിയൂ, അല്ലെങ്കിൽ ഈ പിള്ളേർ നേരെ തിന്നാനൊന്നും വിടുമല്ലോ. കൺമണി ബലൂണിന് വാശി പിടിച്ച് കരയാൻ കാരണം ഞാനാണ് കേട്ടോ. അവൾ അനങ്ങാണ്ടിരുന്ന് ഫോൺ കൊണ്ട് കളിക്കുന്നുണ്ടായിന്. ഞാനാണ് വെറുതെ വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കുന്ന് പറഞ്ഞപ്പോ കൺമണി കണ്ടപ്പോ അതിന് ശേഷം അവള് കരയാൻ തുടങ്ങിയ ബലൂണിന് വേണ്ടി. പിന്നെ ഫുഡ് കിട്ടിയതിന് ശേഷം ആരൊച്ചയില്ല അനക്കുമില്ല. എല്ലാവരും ആക്രാന്തത്തോടെ എന്ത് വേഗം തിന്ന് തീർത്താൽ മതി എന്ന് പറഞ്ഞ് ചിരിക്കുന്നതാണ് കേട്ടോ. കാരണം വെച്ചാൽ അത്ര വിശപ്പുണ്ട്. നമ്മളവിടെ പോയിട്ട് കുറേ സമയം വെയിറ്റ് ആക്കിനല്ലോ.
ശിവാനിയിലെ സ്കൂട്ടിയിലാണ് വന്നത്. പകുതി വരെയാണ്, ബാക്കി നമ്മൾ ഓട്ടോറിക്ഷയിലാണ് വന്നത്. അപ്പോൾ അവിടുത്തെ വരെ ചള്ളോട്ടൻ അവരെ കൊണ്ടാക്കി. ഇനി ശിവാനിനൊന്നും ഇപ്പോഴേ കാണില്ല കേട്ടോ, അതുകൊണ്ട് ശിവാനി വേഗം വന്ന് തന്നെ ഹഗ്ഗെല്ലാം ചെയ്തു കേട്ടോ. അങ്ങനെ ശാലിനേച്ചിനെയും ശിവാനിനെയും ഷാനുവിനും നമ്മൾ അവിടുന്ന് യാത്രയാക്കി. അവർ പോയി വരുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും പിന്നെ അവിടുത്തെ വാച്ച്മാനായിട്ട് ഇസ ബേബി കമ്പനി ആയ. അങ്ങനെ നമ്മളെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.